അപ്പോ ഇന്നൊരു സൺഡേ ആണ്. അപ്പൊ സൺഡേ ഞങ്ങൾ വിചാരിച്ചൊരു വ്ലോഗ് ഇടാൻ വിചാരിച്ചപ്പോ നമുക്ക് ആദ്യം മനസ്സിൽ വിചാരിച്ചത് സൺഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഒരു നൂഡിൽസ് വാങ്ങിച്ചു. കൊറിയൻ ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ നൂഡിൽസ് വാങ്ങി ഗൈസ്. അപ്പൊ വിചാരിച്ചു ഇതെന്തായാലും ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, പിന്നെ അതൊരു വീഡിയോ എടുത്ത് വെക്കാം. ഭയങ്കര ആയിരിക്കും അല്ലേ? ഇത് 55 രൂപയാണ് ഗൈസ്. 55 രൂപ എടുത്തിട്ട് നമ്മൾ കൊറിയൻ നൂഡിൽസ് വാങ്ങി. അപ്പം ഇതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം, എത്ര പേര് കഴിക്കും നോക്കാം. ഞാൻ ഇവളുണ്ട്, പിന്നെ PV ഉണ്ട്, ശ്രീലക്ഷ്മി ഉണ്ട്, ഗോപിയുണ്ട്. എത്ര പേര് ഇത് കഴിക്കും, ഇത് കഴിച്ചിട്ട് അതൊക്കെ ഉണ്ടാവുമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന കടുത്തരത്തിരിക്കും. ഇത് ആരാ ഉണ്ടാക്കാൻ പോകുന്നത്? രമേശാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാം. വെള്ളം ഉണ്ടാക്കാം. സാധാരണ മാഗിയുടെ മണം തന്നെ. സാധാരണ മാഗിയുടെ മണം തന്നെ. ശരിയുള്ളൂ അല്ലേ? ഒന്നുകൂടെ വാങ്ങും. 2 എണ്ണം ഉണ്ട്. ഒരു സോസും ഉണ്ട്, സീസണിങ് ഓയിലും ഉണ്ട്, ചീസ് സീസണിങ് മിക്സും ഉണ്ട്. ഡ്രെയിൻ വാട്ടർ ബിഫോർ മിക്സിങ്. ഓ, ഇത് ആദ്യം വേവിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. നോക്കാം. ഇത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വാങ്ങിയ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ താഴെ രാത്രി പോയിട്ട്. അതായിരിക്കും, അത് നമുക്ക് ഇപ്പൊ എടുക്കാം. നമുക്ക് വേറെ കുപ്പിയിലെടുക്കാം. ഒത്തിരി വെള്ളം വേണോ? ഇത് മതിയോ വെള്ളം? കാണിച്ചു. ഇത് മതിയോ? മതിയായിരിക്കും അല്ലേ? മതിയല്ലേ? സ്കെച്ചിൽ ഓണാക്കിയതാണ് നമ്മൾ മാഗി ഉണ്ടാക്കി. ഓണാക്കിയല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. നമ്മൾ എന്തെങ്കിലും സാധനം എടുത്ത് അപ്പപ്പോ ക്ലിയർ ചെയ്ത് കളയണം. നമ്മളിങ്ങനെ അപ്പപ്പോ ക്ലിയർ ചെയ്ത് കളയണം എന്നാണ് വീടിന്റെ ഗൃഹനാഥയായ ശ്രീലക്ഷ്മി പറയാറുള്ളത്. അതെ, അതേപടി ഞാൻ അനുസരിക്കാറുണ്ട്. ശരിക്കും ഇത് ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചതല്ല. ഇന്നലെ ഞങ്ങൾ ബേക്കറിയിൽ കയറി, ഇന്നലെ ബേക്കറി കയറിയപ്പോ നമ്മളുടെ 2 സുഹൃത്തുക്കൾ ലിഷയും നശയും ഇതെടുത്തിങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് കണ്ടു. അപ്പൊ ഇവരിങ്ങനെ കാണിച്ചു തന്നെ, ഇത് കൊറിയൻ നൂഡിൽസ് ആ സംഭവമാണ്. അപ്പോഴാണ് ഇങ്ങനെ മനസ്സിൽ പെട്ടെന്ന് ഉദിച്ചത്, എന്നാൽ പിന്നെ നമുക്കൊന്ന് കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്താലോ അങ്ങനെ വാങ്ങിയതാണ്. അപ്പൊ ഇത് റെക്കമെൻഡ് ചെയ്ത നശയ്ക്കും ലിഷയ്ക്കും താങ്ക് യു. അങ്ങനെ എൻ്റെ കൈ മടുത്തപ്പോൾ മുടിയൊന്ന് മാറ്റിക്കാൻ. എൻ്റെ കൈ മടുത്തപ്പോൾ നമ്മുടെ വലങ്കൈ വന്നിട്ടുണ്ട്. വലങ്കൈ അളക്കങ്ങട് കുത്തിക്കൊണ്ട്. താങ്കൾ ഇതിനു മുന്നേ കൊറിയൻ നൂഡിൽസ് കഴിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് കഴിച്ചിട്ടില്ല? കൊറിയ പോകാൻ പറ്റിയില്ല. ഇപ്പൊ കൊറിയ പോയിട്ടാണോ കഴിക്കുന്നത്? പക്ഷെ കൊറിയൻ നൂഡിൽസ് പറയുമ്പോ കറക്റ്റ് കൊറിയ ആ ഒരു സ്റ്റൈലിൽ കഴിക്കണം. അപ്പൊ ഇത് നിനക്ക് വേണ്ട. എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. വേണ്ട, നീ കൊറിയ പോയി തിന്നാ മതി. പക്ഷെ ഇവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെയോ? ചൈനീസും കൊറിയനും. ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയതായിരുന്നു കൊറിയനോ ചൈനീസ് അങ്ങനെ എന്തുകൊണ്ട്. നമ്മളിനി വേവാൻ വെക്കണോ? ഇനി എവിടെ വെക്കണം? ഓക്കെ. മേഘ്നയുടെ ചെറുപ്പത്തിലെ ഓർമ്മകളോ എന്തെങ്കിലും ഇതുപോലെ കുക്ക് ചെയ്ത ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ഓർമ്മകളൊന്നുമില്ല. ഓർമ്മയില്ലേ? പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല. ഒരാളെ കാണിച്ചു തരാം ഗൈസ്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ ഞെട്ടിപ്പോയി. നിങ്ങളുടെ നോക്ക് PV പ്ലീസ്. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് PV-നെയാണ്. PV 10 കടയിൽ കയറി ചെരുപ്പെടുത്ത PV. എന്താണ് പറയാനുള്ളത്? നമ്മൾ കൊറിയൻ നൂഡിൽസ് ആക്കാൻ പോകുന്നതിനെ പറ്റി. ഞാൻ കഴിക്കാം, കഴിച്ചു നോക്കി അഭിപ്രായം പറയാം.
ഓക്കെ, വേറെ ഒന്നും പറയാം. കൊള്ളാല്ലേ, നല്ല ലുക്ക്. അതെ, കൂട്ടായിട്ടുണ്ടോ? കൂട്ട് കൂട്ട്. വെന്തല്ലേ? വെന്തോ? വെന്തിട്ടില്ല, നല്ലോണം വേവട്ടല്ലേ. അപ്പൊ വേവുന്ന വരെ വെയിറ്റ് ചെയ്തിങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കാം അല്ലേ രമേശ? രാവിലെ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ശ്രീലക്ഷ്മി രാവിലെ വർക്കിലാണ്. എന്താല്ലേ ഡെഡിക്കേഷൻ. റെഡിയായോ? വെന്തില്ല, ഇത് കുറെ നേരമായി, ഒരു 10 മിനിറ്റായി കാണും അല്ലേ? വെന്തിട്ടില്ല ഇതുവരെ. വെന്തില്ലേ അത്? നൂഡിൽസ് വെന്തു, വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. നല്ലോണം വെന്തുപോയി കുറച്ച്. നമുക്കിത് പൊട്ടിച്ചിടാം. ഇത് ചീസ് സീസണിങ് മിക്സ്ചർ. ഇത് മറ്റേ ഏതാണെന്നറിയോ, നമ്മള് പാസ്ത വാങ്ങില്ലേ, ഇപ്പിയുടെ പാസ്ത, അതിന്റെ ചീസി പാസ്ത ഒക്കെ ആകുമ്പോൾ അതിനകത്തൊരു പൊടി കിട്ടത്തില്ലേ, ആ സെയിം പൊടി. ആ കളർ വ്യത്യാസമുണ്ട്, പക്ഷെ നല്ല ആ സെയിം മണം. മൊത്തത്തിൽ ഇടാം അല്ലേ? നോക്കിയിട്ടാൽ മതി. ഇളക്കിയിട്ടിടണോ? ഇളക്കിയിട്ട് വെക്കാം അല്ലേ? മിക്സ് ചെയ്ത് നല്ലൊരു മണം വരുന്നുണ്ടല്ലേ? നല്ലൊരു മണമല്ല, ഒരു വൃത്തികെട്ടൊരു മണം. ഇനി നമുക്ക് ഇതുകൂടെ ഒഴിക്കാം. ഇത് സോസാ അല്ലേ? ഒരു ഓയിലെന്നാ അവർ പറയാൻ, സീസണിങ് ഓയിലാണ്. ആഹാ, ചുമ ഇരിക്കുന്നുണ്ട്. ഓ, നല്ല മണം. ചുമന്ന് വിരിപ്പുണ്ട്. ഇതാന്ന് തോന്നുന്നു എരിവുള്ള സാധനം അല്ലേ? അങ്ങനെ ഒരു കളർ മാത്രമുള്ളൂ തോന്നുന്നു, അത്ര എരിവുണ്ടെന്നായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട്. കഴിക്കുമ്പോ അറിയാം. സെർവ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് പീവി കൊടുക്കാം. ഇല്ല, ഇനി നമുക്ക് കറക്റ്റ് അഭിപ്രായം പറയാം. എന്നെന്താ വിളിക്കുന്നത്? ഞാൻ എങ്ങനെയുണ്ട് പീവി? കരിയുണ്ട്. എരിവുണ്ടോ? എന്തൊരു ചൊവ. തൊണ്ടൊക്കെ ഇവിടെയൊക്കെ പുകയുന്നുണ്ട്. കൊച്ചൂര് കൊടുക്കും. കൊച്ചു കുറച്ചോളൂ. കൊറിയൻ സ്പൈസി നൂഡിൽസ്. കൊച്ചു എരിഞ്ഞ് ചാവുകയാണ്. നിങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാനുള്ളൂ. ഇവരൊക്കെ കഴിച്ചിട്ട് മിച്ചമുണ്ട്. മതി കഴിച്ച് എനിക്ക് എല്ലാരും കഴിക്കട്ടെ, വയറ് നിറയെ കഴിക്കട്ടെ. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു പരാതിയില്ല. ഷോർട്സ് കണ്ടാലും അറിയാം നമ്മുടെ കൂട്ടത്തിലെ ജാനിക്കുട്ടിയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. കറക്റ്റ് അഭിപ്രായങ്ങൾ പറയുന്നവരാണ്. അതെ, നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഇനി അടുത്തത് രമേശ്. കുഞ്ഞി നമുക്ക്
കുക്ക് രമേശും. അതിനുള്ളതാ ഒരു മിനിറ്റ്, എക്സ്പ്രഷൻ മാറാമോ? എരുണ്ടാ? ഇത് ഹോട്ട് ആൻഡ് സ്പൈസി അല്ലേ? കൊള്ളാം. കണ്ണൊക്കെ നിറഞ്ഞു. നല്ലൊരുണ്ട്. ഇനി ഞാൻ കഴിക്കാം. ഞാൻ കഴിച്ചില്ല. അല്ല, ഞാൻ തിന്നോളാം. കുറച്ച് മതി. കഴിക്കുന്നേ. എടി അത് കൊള്ളണ്ട വായില്. ആക്കെ കൊള്ളിക്കാം. നല്ല കൊതി വരുന്നുണ്ട്. അതെ അതെ, എനിക്കിഷ്ടമായി. എനിക്ക് എരിവുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. ചൂടില്ല. ഇറക്കി എന്നിട്ട് പറ. എല്ലാരും ഉണ്ട്. കണ്ണ് അറിയുന്നുണ്ടല്ലോ. സന്തോഷമാണല്ലോ. സന്തോഷക്കണ്ണീരാണ്. നല്ല എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇല്ല, പക്ഷെ നമ്മളത് കഴിക്കും. ഗോപി കഴിക്കും, ഞാൻ കഴിക്കും, എല്ലാരും കഴിക്കും. എല്ലാവർക്കും ഓരോരോ വായും കൂടെ കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. സ്റ്റോപ്പ് ആക്കട്ടെ. വേണ്ട. പാണ്ടിപ്പടക്കത്ത് തിരിയും. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലാത്ത എരിവൊന്നുമില്ല. എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ്, നമ്മുടെ കൊറിയൻ ഈറ്റിംഗ് ചലഞ്ച് അല്ല, ചലഞ്ച് ഒന്നല്ല, വെറുതെ ട്രൈ ചെയ്താ കൊറിയൻ നൂഡിൽസ് ട്രൈ. അത് സക്സസ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എരിവുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഭൂരിഭാഗം പേർക്ക് എരിവാണല്ലോ ഇതിന്റെ ഒരു ഇത്. അതെ, ഇനി നമുക്ക് വേറെ ചലഞ്ച് ആയിട്ട് വരാം. എന്ത് ചലഞ്ച് അടുത്തത്? അതെന്തെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റൈസ് ആയിരിക്കും. അഫോർഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് ഇനി ചലഞ്ച് ആയിട്ട് വരാം. ചലഞ്ചിൽ എന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. രമേശിനെ ചലഞ്ച് ചെയ്യാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട്. കാരണം രമേശ് കുറച്ച് സ്ലോ ആണെങ്കിലും ഫുള്ള് തിന്നും. ആ ഒരൊറ്റ പേടി എനിക്കുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി ചലഞ്ച് വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ബൈ.